ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. വിശുദ്ധ മത്തായി ശ്ലീഹയുടെ സുവിശേഷം 24 അധ്യായം 14 തിരുലിഖിതം. എല്ലാ ജനതകളുടെയും സാക്ഷ്യത്തിനായി രാജ്യത്തിൻ്റെ സുവിശേഷം ലോകമെങ്ങും പ്രസംഗിക്കപ്പെടും. അതിനുശേഷം അന്ത്യം ആഗതമാകും. യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ നിങ്ങൾക്കേവർക്കും അഭിഷേകാഗ്നി ദൈവവചന ശുശ്രൂഷയിലേക്ക് സ്വാഗതം. ഹല്ലേലൂയ. ഇന്ന് നാം ചിന്തിക്കുന്നത് വിശുദ്ധ മത്തായി ശ്ലീഹയുടെ സുവിശേഷത്തിൽ 28 അധ്യായത്തിലെ 20 തിരുലിഖിതമാണ്. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുക. ഇത് എൻ്റെയും നിങ്ങളുടെയും മേൽ, സഭ മുഴുവൻ്റെ മേൽ യേശു ക്രിസ്തു നൽകിയിരിക്കുന്ന അത്യുന്നതമായ ഒരു ഡ്യൂട്ടിയാണ്, ഒരു ദൗത്യമാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ നിമിഷങ്ങളിൽ ദൈവരാജ്യത്തിൻ്റെ ആത്മാവ് ഹൃദയങ്ങളെ സ്പർശിക്കുന്ന നിമിഷങ്ങളാണ്. ദൈവരാജ്യത്തിൻ്റെ ആത്മാവ് കുടുംബങ്ങളിലും സമൂഹങ്ങളിലും വലിയ സൗഖ്യങ്ങളും അത്ഭുതങ്ങളും അടയാളങ്ങളും വർഷിക്കുന്ന നിമിഷങ്ങളാണ്. ഒരു വ്യക്തിയുടെ അനുഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. ഞാൻ മസ്കറ്റിൽ സ്റ്റാഫ് നേഴ്സായി ജോലി ചെയ്യുന്നു. സാധിക്കുമ്പോഴെല്ലാം ഞങ്ങൾ അഭിഷേകാഗ്നി പ്രോഗ്രാം കാണാറുണ്ട്. ഞാൻ ഈ കത്തെഴുതുന്നത് എൻ്റെ ലണ്ടനിലുള്ള ചേച്ചിയുടെ മോൻ്റെ ജീവിതത്തിൽ ദൈവം ഇടപെട്ടതിനെക്കുറിച്ച് വെളിപ്പെടുത്താനാണ്. കഴിഞ്ഞ വർഷം ചേച്ചി ഫോണിൽ സംസാരിച്ചപ്പോൾ വളരെ വിഷമത്തോടെ പറഞ്ഞു, എൻ്റെ രണ്ടാമത്തെ മോൻ 4 വയസ്സുള്ള ഷോണിന് ഓപ്പറേഷൻ വേണമെന്ന് ഡോക്ടർ നിർദ്ദേശിച്ചിരിക്കുന്നു. അവൻ്റെ മൂക്കിൻ്റെയും കണ്ണിൻ്റെയും ഇടയ്ക്ക്, അതായത് പുരികത്തിന് താഴെയുള്ള ഭാഗത്ത് ഒരു കല്ലിച്ച മുഴ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നു. അത് എന്താണെന്നറിയാൻ അവിടെയുള്ള ഡോക്ടേഴ്സിനെ കാണിച്ചു. CT സ്കാൻ എടുത്തു. അത് കഴിഞ്ഞപ്പോൾ ഈ മുഴ ഓപ്പറേറ്റ് ചെയ്ത് കളയണമെന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചു. 4 വയസ്സ് മാത്രമുള്ള മോനെ ഒരു ഓപ്പറേഷന് വിടുന്നത് ഒരു ചെറിയ റിസ്ക് ഉണ്ടെന്നും ഡോക്ടർമാർ പറഞ്ഞു. അതുകൊണ്ട് കുറച്ചുകൂടി വെയിറ്റ് ചെയ്യാമെന്ന് ഡോക്ടേഴ്സ് നിർദ്ദേശിച്ചു. ചേച്ചിയും ഹസ്ബൻഡും വളരെ വിഷമിച്ചു, ഒരുപാട് പ്രാർത്ഥിച്ചു. ഈ വിവരം അറിഞ്ഞപ്പോൾ ഞാൻ അഭിഷേകാഗ്നിയുടെ ആരാധന സമയത്ത് മോനെ സമർപ്പിച്ച് തീഷ്ണമായി പ്രാർത്ഥിച്ചു. ദൈവമേ, മോനിലുള്ള ആ കണ്ണിലെ അസുഖം എടുത്തു മാറ്റണമേ എന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു. കുറച്ച് മാസങ്ങൾക്ക് ശേഷം അവർ വീണ്ടും ഒരു ചെക്കപ്പിന് പോയി. അത്ഭുതമെന്ന് പറയട്ടെ, ആ മുഴ അപ്രത്യക്ഷമായിരിക്കുന്നു. ഡോക്ടർ അവനെ കുറേ സമയം തിരിച്ചും മറിച്ചും നോക്കി, അവിടെ ഒന്നും കാണാൻ സാധിച്ചില്ല. വീണ്ടും ഒരു CT സ്കാൻ കൂടി ഡോക്ടർ എഴുതിയിട്ട് പെട്ടെന്ന് അദ്ദേഹം എന്തോ ആലോചിച്ചിട്ട് പറഞ്ഞു, അതിൻ്റെ ആവശ്യമില്ല, വേണമെങ്കിൽ കുറച്ച് മാസങ്ങൾക്ക് ശേഷം ഒന്നും കൂടി ചെക്കപ്പിന് വന്നാൽ മതിയെന്ന്. കഴിഞ്ഞ ദിവസം ഞാൻ വീണ്ടും ചേച്ചിയെ വിളിച്ച് അന്വേഷിച്ചു. അപ്പോൾ പറഞ്ഞത് മോന് പിന്നീട് ഇന്ന് വരെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല എന്നത്രേ. അഭിഷേകാഗ്നി പ്രോഗ്രാമിൻ്റെ സമയത്ത് യേശുക്രിസ്തുവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിച്ചപ്പോൾ ലണ്ടനിലുള്ള എൻ്റെ ചേച്ചിയുടെ കുടുംബത്തിൽ യേശുവിന്റെ നാമത്തിൻ്റെ അത്ഭുത ശക്തി, അത്ഭുത സൗഖ്യമായി വ്യാപരിച്ചു. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ മാത്രമല്ല, നമ്മുടെ ബന്ധുക്കളോ നമ്മുടെ പ്രിയപ്പെട്ടവരായ ആരെങ്കിലും വിദൂരങ്ങളിലുണ്ടെങ്കിൽ, അവരുടെ ഒരു കുടുംബത്തിലൊരു വേദനയുണ്ടെങ്കിൽ, കുടുംബത്തിലൊരു പ്രശ്നമുണ്ടെങ്കിൽ, ആ പ്രശ്നവും യേശുക്രിസ്തുവിന്റെ സന്നിധിയിലേക്ക് കൊണ്ടുവന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ജായിറൂസിൻ്റെ മകൾ, അവൾ രോഗിയായി മരണാസന്നയായി വീട്ടിൽ കിടക്കുമ്പോൾ സിനഗോഗ് അധികാരി ജായിറൂസ് വന്ന് യേശുവിനോട് പറഞ്ഞു, എൻ്റെ മകൾ രോഗിയായി വീട്ടിൽ കിടക്കുന്നു. യേശു ജായിറൂസിൻ്റെ കൂടെ പുറപ്പെട്ട് ആ വീട്ടിൽ പോയി ആ കുഞ്ഞിനെ സുഖപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 2 കരങ്ങൾ ഉയർത്തി ഉറക്കെ സ്തുതിക്കട്ടെ. എല്ലാവരും സ്തുതിക്കട്ടെ. വിശ്വാസമുള്ളവരില്ലാത്തവരും അനുഭവങ്ങളുള്ളവരില്ലാത്തവരും ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ മുറുകെ പിടിച്ച് കർത്താവായി യേശുവിനെ ആരാധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, സഭയോട് ചേർന്ന് ഞങ്ങളങ്ങ് ആരാധിക്കുന്നു, മാലാഖമാരോട് ചേർന്ന് ഞങ്ങളങ്ങ് ആരാധിക്കുന്നു, വിശുദ്ധരോട് ചേർന്ന് ഞങ്ങളങ്ങ് ആരാധിക്കുന്നു, രക്തസാക്ഷിയോട് ചേർന്ന് ഞങ്ങളങ്ങ് ആരാധിക്കുന്നു.
സ്ത്രീഹന്മാരോട് ചേർന്ന് ഞങ്ങൾ ആരാധിക്കുന്നു. ഈ സമയം കുടുംബങ്ങളിലേക്ക് യേശുവിന്റെ നാമത്തിൽ അത്ഭുതകരമായ ശക്തി വ്യാപരിക്കട്ടെ. ഓരോ കുടുംബങ്ങളിൽ നിന്ന് കാലങ്ങളായുള്ള തിന്മയുടെയും രോഗത്തിന്റെയും തകർച്ചയുടെയും ആധിപത്യങ്ങൾ നസ്രയനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വിട്ടുമാറി പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, ഈ വചന ശുശ്രൂഷയിൽ പങ്കുചേരാൻ തടസ്സമായി ദൈവമക്കളെ തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഓരോ തടസ്സങ്ങളും നസ്രയന്റെ നാമത്തിൽ വിട്ടുമാറി പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന. ഓ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നിറയട്ടെ, ജ്ഞാനത്തിന്റെ അഭിഷേകം നിറയട്ടെ, കൃപയുടെ അഭിഷേകം നിറയട്ടെ, ഉണർവിന്റെ അഭിഷേകം നിറയട്ടെ. വെളിപാടുകളുടെയും അരുളപ്പാടുകളുടെ അഭിഷേകങ്ങൾ കുടുംബങ്ങളിലേക്കും സമൂഹങ്ങളിലേക്കും ഇപ്പോൾ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന. യേശുവേ, ആരാധന, ആരാധന. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. ഹല്ലേലൂയ. പഠിപ്പിക്കുക. വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷത്തിൽ 28-ാം അധ്യായം 20-ാം തിരുലിഖിതം, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുവിൻ. ഈശോ ഈ ലോകം വിട്ട് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുന്നതിന് തൊട്ടു മുമ്പ് ശ്ലീഹന്മാരെ ഭരമേൽപ്പിച്ച അത്യുന്നതമായ ദൗത്യമാണത്. പഠിപ്പിക്കുക, പഠിപ്പിക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശുവിൻ്റെ ജീവിതകാലത്തും യേശു ഈ കാര്യം നന്നായി ചെയ്തിരുന്നതായി വിശുദ്ധ ലിഖിതങ്ങളിൽ കാണാൻ സാധിക്കും. വിശുദ്ധ മർക്കോസ് ശ്ലീഹായുടെ സുവിശേഷത്തിൽ 6-ാം അധ്യായം 7-ാമത്തെ തിരുലിഖിതം, അവൻ ഗ്രാമപ്രദേശങ്ങളിൽ ചുറ്റി സഞ്ചരിച്ച് പഠിപ്പിച്ചുകൊണ്ടിരുന്നു. അവൻ തൻ്റെ 12 പേരെ അടുത്ത് വിളിച്ച് 2 പേരെ വീതം അയക്കാൻ തുടങ്ങി. അശുദ്ധാത്മാക്കളുടെ മേൽ അവർക്ക് അധികാരവും കൊടുത്തു. ഹല്ലേലൂയ. യേശു ജീവിച്ചിരുന്ന കാലത്ത് യേശു ചെയ്തിരുന്നത് ഗ്രാമപ്രദേശങ്ങളിലൂടെ ചുറ്റി സഞ്ചരിച്ച് അവൻ പഠിപ്പിച്ചുകൊണ്ടിരുന്നു എന്ന് മർക്കോസിന്റെ സുവിശേഷത്തിൽ 6-ാമത്തെ അധ്യായത്തിൽ 7-ാമത്തെ തിരുലിഖിതത്തിൽ നമ്മൾ വായിക്കുകയാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നിട്ട് യേശു ശിഷ്യന്മാരെ 2 പേരായിട്ട് പഠിപ്പിക്കാൻ വേണ്ടി പറഞ്ഞയച്ചു എന്നും ബൈബിളിൽ നമ്മൾ വായിക്കുകയാണ്. ഈ അടുത്ത കാലത്ത് ഞാൻ ഒരു ഇടവകയിലെ വാർത്ത കേൾക്കാൻ ഇടവന്നു. ഒരു വികാരിയച്ഛൻ നന്നായി ഒരു ഇടവകയെ നോക്കി പുലർത്തിക്കൊണ്ടുവരികയാണ്. ആ ഇടവകയിൽ ആ വികാരിയച്ഛൻ ഏതാണ്ട് 4 വർഷത്തോളം ശുശ്രൂഷ ചെയ്തു. ഈ 4 വർഷങ്ങളിലും ആ ഇടവകയിലെ എല്ലാ കുടുംബങ്ങളെയും കാണാനും പഠിപ്പിക്കാനും ആ വികാരിയച്ഛൻ സമയം ചെലവഴിച്ചുകൊണ്ടിരുന്നു. മദ്യപാനികളോട് മദ്യപിക്കരുതെന്നും യുവജനങ്ങളോട് തെറ്റായ വഴിയിലേക്ക് പോകരുതെന്നും നിരന്തരം ഇടവക ദേവാലയത്തിലെ ഞായറാഴ്ച പ്രസംഗങ്ങളിൽ ആ അച്ഛൻ വലിയ തീക്ഷ്ണതയോടെ ഉത്ബോധിപ്പിച്ചുകൊണ്ടിരുന്നു. അതിൻ്റെ പരിണതഫലമായി ആ ഇടവകയിൽ വലിയ വ്യത്യാസമുണ്ടായി. യുവജനങ്ങൾ കൂട്ടം കൂട്ടമായി ധ്യാനം കൂടി. അവർ ഉണർവോടെ ദേവാലയത്തിലേക്കും ഇടവകയിലേക്കും വന്നു. അവിടെയുള്ള മുതിർന്നവർ ധ്യാനം കൂടി, മദ്യപാനം നിർത്തി, ചീട്ടുകളി നിർത്തി. ഒരു നല്ല പറ്റം ആളുകൾ, ഒരു വലിയ വ്യൂഹം ആളുകൾ ദൈവത്തിലേക്കും വിശുദ്ധ ജീവിതത്തിലേക്കും തിരിഞ്ഞു വന്നു. ഹല്ലേലൂയ. അതിനുശേഷം ആ വികാരിയച്ഛൻ അവിടുന്ന് സ്ഥലം മാറിപ്പോയി. അച്ഛൻ തീക്ഷ്ണമതിയായ ഒരു അച്ഛനാണ്. അച്ഛൻ അവിടുന്ന് സ്ഥലം മാറിപ്പോയി. അതിനുശേഷം ഒരു കൊച്ചച്ഛൻ ആ ദേശത്തേക്ക് വന്നു. ആ അച്ഛൻ അച്ഛൻ്റെതായ കാഴ്ചപ്പാടിൽ അവിടെ ധാരാളം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറേ നാളുകൾക്ക് ശേഷം പഴയ വികാരിയച്ഛൻ വീണ്ടും ഒരു ബലിയർപ്പിക്കാൻ വേണ്ടി ഇടവക ദേവാലയത്തിലേക്ക് വന്നു. അപ്പോൾ കണ്ട കാഴ്ച, വളരെയധികം ജനങ്ങൾ മദ്യപാനത്തിലും വളരെയധികം ജനങ്ങൾ ഭക്തിരാഹിത്യത്തിലേക്കും പോയിരിക്കുന്നൊരു കാഴ്ചയാണ്. പള്ളിയിൽ വളരെ ചുരുക്കം ആളുകൾ വരുന്നത്, പലരും മദ്യപിച്ച് ലക്കുകെട്ട് നിൽക്കുകയാണ്. ഉടനെ ആ പഴയ വികാരിയച്ഛൻ പുതിയ കൊച്ചച്ഛനോട് പറഞ്ഞു, അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് പള്ളിയിൽ ആവർത്തിച്ച് പറയുകയാണെങ്കിൽ കുറച്ച് മാറ്റം വരും. നമ്മളവരോട് പറയണം, നമ്മളവരെ സ്നേഹിക്കണം, നമ്മളവരോട് പറയണം. അപ്പോൾ ആ കൊച്ചച്ഛൻ ആ വല്യച്ഛനോട് പറഞ്ഞത് ഞാൻ കേൾക്കുകയാണ്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: അച്ഛൻ കഴിഞ്ഞ 4 വർഷങ്ങൾ പറഞ്ഞല്ലോ, അതിൻ്റെ ഇഫക്റ്റ് എത്രയുണ്ടെന്ന് നോക്കട്ടെ, അതിനുശേഷം ഞാൻ ആവശ്യമുണ്ടെങ്കിൽ പിന്നെ പറയാം. അച്ഛനാ പറഞ്ഞതിൻ്റെ ശക്തി കൊണ്ട് അവരെത്രത്തോളം ജീവിക്കുന്നുണ്ടെന്ന് ഞാനൊന്ന് കാണട്ടെ, എന്നിട്ട് വേണ്ടി വന്നാൽ പിന്നെ പറയാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത്,
നിരന്തരം പഠിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചുള്ള ബോധ്യം നഷ്ടപ്പെട്ട ഒരു അന്തരംഗം, ബോധ്യം നഷ്ടപ്പെട്ട ഒരു സാഹചര്യം. ഒരു തവണയോ 2 തവണയോ പറഞ്ഞു, 5 തവണയോ 10 തവണയോ പറഞ്ഞു. ഇനി അത് കേട്ട് ഇവർ ജീവിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കട്ടെ. അങ്ങനെ നോക്കിയിരിക്കാൻ വേണ്ടിയല്ല എന്നെയും നിങ്ങളെയും കർത്താവ് ഈശോ മിശിഹാ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനും നിങ്ങളും ഇടതടവില്ലാതെ ദൈവരാജ്യത്തെക്കുറിച്ച് പഠിപ്പിക്കണമെന്നും പാപത്തിലേക്കും ഭക്തിരാജ്യത്തിലേക്കും പോകുന്ന ഓരോ ആത്മാക്കളെ നിരന്തരം ഉപദേശിക്കണമെന്നും ദൈവവചനം പഠിപ്പിക്കുന്നില്ലേ? ഹെബ്രായ ലേഖനത്തിൽ 3-ാം അധ്യായത്തിൽ 13-ാം തിരുലിഖിതം അതല്ലേ പഠിപ്പിക്കുന്നത്? ഇന്ന് എന്ന് വിളിക്കപ്പെടുന്ന കാലം ഉള്ളിടത്തോളം കാലം നിങ്ങൾ പരസ്പരം ഉപദേശിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുവിൻ. പരസ്പരം ഉപദേശിക്കുവിൻ, പരസ്പരം പഠിപ്പിക്കുവിൻ. 1, 2, 5, 10, 100 ദിവസത്തേക്കല്ല. ഇന്ന് എന്ന് വിളിക്കപ്പെടുന്ന ദിവസങ്ങൾ ഉള്ളിടത്തോളം കാലം നിങ്ങൾ പരസ്പരം ഉപദേശിക്കണം, പരസ്പരം ഉപദേശിക്കണം. ഇത് ദൈവത്തിൻ്റെ ആത്മാവ് ദൈവവചനത്തിലൂടെ എന്നെയും നിങ്ങളെയും ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. ഹല്ലേലൂയ. വേറൊരു പുസ്തകം വായിച്ചപ്പോൾ ആ പുസ്തകത്തിൽ ഒരു തിയോളജിയുടെ ഒരു അഭിപ്രായം എഴുതിയിരിക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അഭിപ്രായം എങ്ങനെയാണ്? 1990 മുതൽ 2000 വരെ 10 വർഷങ്ങൾ സുവിശേഷ ദശകമായി തിരുസഭ ആചരിച്ചു. ധാരാളം പ്രസംഗങ്ങളും ക്ലാസ്സുകളും ആ കാലഘട്ടങ്ങളിൽ നടന്നു. അപ്പോൾ ആ പുസ്തകത്തിൽ എഴുതിയിരിക്കുകയാണ്, ഇനി 10 വർഷം മിണ്ടാതിരിക്കുകയാണെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. കണ്ടമാനം പഠിപ്പിച്ചിട്ട് കാര്യമില്ല, ഇനി മിണ്ടാതിരിക്കുകയാണെങ്കിൽ അതായിരിക്കും നല്ലത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവവചനം അതാണോ എന്നോട് നിങ്ങളോട് ആവശ്യപ്പെടുന്നത്? ദൈവവചനം അതാണോ എന്നോട് നിങ്ങളോട് ആവശ്യപ്പെടുന്നത്? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എന്താണ് നമ്മളോട് കൽപ്പിച്ചിരിക്കുന്നത്? ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുവിൻ. 1 ദിവസമോ 2 ദിവസമോ 5 ദിവസമോ 10 ദിവസമോ പഠിപ്പിച്ചിട്ട് മിണ്ടാതിരിക്കാനല്ല ദൈവവചനം നമ്മളോട് ആവശ്യപ്പെടുന്നത്. വെറുതെ ഒരു സിമ്പിൾ ലോജിക്ക് തന്നെ ചിന്തിച്ച് നോക്കുക. വെറും ഒരു കോൾഗറ്റിനെ കുറിച്ചുള്ള പരസ്യം, ഒരു ടൂത്ത് പേസ്റ്റിനെ കുറിച്ചുള്ള പരസ്യം, അല്ലെങ്കിൽ ഒരു പൽപ്പടിയെ കുറിച്ചുള്ള പരസ്യം, അത് ഒരു ദിവസം എത്ര തവണ ടി വിയിൽ വരണത്? 1 തവണ 2 തവണ പറഞ്ഞിട്ട് ആളുകൾ മനസ്സിലാക്കി മേടിച്ചോളൂ എന്ന് വിചാരിച്ചിരിക്കുകയാണെങ്കിൽ ഇത് ആവർത്തിച്ച് ടി വി കാണിക്കേണ്ട കാര്യമുണ്ടോ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എനിക്കും നിങ്ങൾക്കും ദൈവം ഏൽപ്പിച്ചു തന്നിരിക്കുന്ന നിത്യരാജ്യത്തിന് നിത്യസത്യങ്ങൾ 1, 2 തവണ പറഞ്ഞിട്ട് മിണ്ടാതിരിക്കാൻ വേണ്ടിയാണോ അത് നമ്മളെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത്? ദൈവരാജ്യത്തിന് നിത്യസത്യങ്ങൾ ഞാനും നിങ്ങൾ ഇടതടവില്ലാതെ ആവർത്തിച്ച് ജനങ്ങളോടും സഭയോടും സഭാ സമൂഹങ്ങളോടും ദേശങ്ങളോടും ജനതകളോടും വംശങ്ങളോടും ഗോത്രങ്ങളോടും രാജ്യങ്ങളോടും ഞാനും നിങ്ങൾ പ്രഘോഷിക്കണം. സകല സൃഷ്ടികൾ അത് കേൾക്കണം. സമസ്ത സൃഷ്ടികൾക്കും വേണ്ടി ഞാൻ നിങ്ങളത് പറയണം, പഠിപ്പിക്കണം. ജെറമിയ 23, 28, 29 തിരുലിഖിതങ്ങൾ. എൻ്റെ വചനം ലഭിച്ചിട്ടുള്ളവൻ അത് വിശ്വസ്തയോടെ പ്രഖ്യാപിക്കട്ടെ. എൻ്റെ വചനം അഗ്നി പോലെയും പാറയെ തകർക്കുന്ന കൂടം പോലെയുമല്ലേ, സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു. ദൈവത്തിൻ്റെ വചനം അഗ്നി പോലെയും പാറയെ തകർക്കുന്ന കൂടം പോലെയും ശക്തമായ ദൈവശക്തിയാണെന്ന് തിരുലിഖിതത്തിലൂടെ പരിശുദ്ധാത്മ വെളിപ്പെടുത്തുകയാണ്. ഈ വചനം ഞാനും നിങ്ങളും എൻ്റെയും നിങ്ങളുടെയും ജീവിതകാലത്ത് ശക്തമായി പ്രഘോഷിച്ചാൽ, ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്, ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവരിൽ വലിയ വിടുതലും വ്യത്യാസം സംഭവിക്കും. മദ്യപാനത്തിൽ ഇരിക്കുന്നവർ, ദുർവൃത്തി ഇരിക്കുന്നവർ, പാപത്തിൽ ഇരിക്കുന്നവർ, പൈശാചികവാദം ഇരിക്കുന്നവർ, സാത്താന്യ ആരാധന ഇരിക്കുന്നവർ, തിരുസഭ ഉപേക്ഷിച്ചവർ, വിശ്വാസം നഷ്ടപ്പെട്ടവർ, വിശ്വാസമാന്യത്തിൽ ഇരിക്കുന്നവർ, ദുർവൃത്തി ഇരിക്കുന്നവർ, ഈ അഗ്നി പോലുള്ള ദൈവത്തിൻ്റെ വചനം പ്രഖ്യാപിക്കപ്പെടുമ്പോൾ ആ വചനം കേട്ട് ആ വചനശക്തിയാൽ തിന്മയുടെ കെട്ടുകളഴിഞ്ഞ് ദൈവത്തെ ആരാധിക്കുന്ന ദൈവത്തിൻ്റെ വിടുതലിൻ്റെ അഭിഷേകമുള്ള ജനമായി രൂപാന്തരപ്പെടും. അതുകൊണ്ടാണ് വിശുദ്ധ ലിഖിതത്തിൽ പരിശുദ്ധാത്മാവ് ഈ കാര്യം പ്രഖ്യാപിക്കുന്നത്. ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഒരു സംഭവം കൊണ്ടുവരികയാണ്. കാനഡയിലുള്ള ഒരു വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി അച്ഛൻ നയിക്കപ്പെട്ടിരിക്കുന്ന അന്തരീക്ഷം. അവിടെ ധ്യാനം തുടങ്ങാൻ പോവുകയാണ്. ധ്യാനം തുടങ്ങുന്ന ആദ്യ നിമിഷങ്ങളിൽ ആ കൺവെൻഷന് വന്നിരിക്കുന്നവരിൽ ഒരു ചെറുപ്പക്കാരനെ അച്ഛൻ ശ്രദ്ധിച്ചു. ആ ചെറുപ്പക്കാരൻ്റെ ചെവിയിൽ വലിയൊരു വള തൂക്കിയിട്ടിരിക്കുകയാണ്. ആ ചെറുപ്പക്കാരൻ്റെ മൂക്കിൽ എന്തോ ഒരു സാധനം പിടിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. ശരീരത്തിൽ നോക്കുമ്പോൾ ശരീരം മുഴുവൻ കുത്തി വരച്ച് വെച്ചിരിക്കുകയാണ്. ഏതാണ്ട് രാജാ രവിവർമ്മ ചിത്രകാരൻ്റെ ഭവനത്തിൽ ചെന്നാൽ ആ ഭിത്തിയിലെല്ലാം വരച്ചു വെച്ചിരിക്കുന്ന പോലെയാണ് ഈ ചെറുപ്പക്കാരൻ്റെ ശരീരം മുഴുവൻ കുത്തി വരച്ച് വെച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് കണ്ടപ്പോൾ എനിക്ക് വലിയ വിഷമമായി. കാരണം ദൈവവചന ലംഘനങ്ങളാണ് ആ ശരീരത്തിൽ നടത്തിയിരിക്കുന്നത്. വിശുദ്ധ ലിഖിതം ലേവ്യരുടെ പുസ്തകത്തിൽ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്, നിങ്ങളുടെ ശരീരത്തിൽ പച്ച കുത്തരുത്.
എന്നാൽ ഈ ശരീരം മുഴുവൻ പച്ചകുത്തി ഈ ശരീരം മുഴുവൻ അശുദ്ധമാക്കിയിരിക്കുകയാണ്. അത് കണ്ടപ്പോൾ ഞാൻ അവിടെ ആ ലീഡേഴ്സിനോട് സംസാരിച്ച്, ആ ലീഡേഴ്സ് ചിലർ ഈ ചെറുപ്പക്കാരനോട് സംസാരിക്കാൻ വേണ്ടി ചെന്നു. ആ ചെറുപ്പക്കാരനോട് ചോദിച്ചു, ചെറുപ്പക്കാരാ, ഈ ചെയ്തിരിക്കുന്ന എന്താണ്? ഇറ്റ് ഈസ് റോങ്, ഇത് തെറ്റ്. ഉടനെ ചെറുപ്പക്കാരൻ ചോദിച്ചു, ഇത് തെറ്റാണെന്ന് ആര് പറഞ്ഞു, എവിടെ പറഞ്ഞു? ഉടനെ ഈ ലീഡേഴ്സിൽ ചിലർ അവർ ബൈബിൾ തുറന്ന് ബൈബിളിൽ ഈ കാര്യത്തെക്കുറിച്ച് പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്ന ദൈവവചന ഭാഗങ്ങൾ 1 by 1 ആയി എടുത്ത് ഈ ചെറുപ്പക്കാരനെ കാണിച്ചു. അദ്ദേഹം ഒരു കനേഡിയൻ സിറ്റിസണാണ്. അദ്ദേഹം ഈ വചനങ്ങൾ വായിക്കാൻ തുടങ്ങി. ഈ വചനങ്ങൾ 1 by 1 ആയി ഈ ചെറുപ്പക്കാരൻ വായിച്ച് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടാവും. ഞാൻ നോക്കുമ്പോൾ ഈ ചെറുപ്പക്കാരൻ്റെ 2 കണ്ണുകൾ നനയുന്ന രംഗമാണ് കാണുന്നത്. അദ്ദേഹം ഈ ചെറുപ്പക്കാരൻ്റെ ലീഡേഴ്സിനോട് പറയുകയാണ്, നിങ്ങളാണ് ഈ എൻ്റെ ജീവിതത്തിൽ ആദ്യമായി ഇത് തെറ്റാണ് എന്ന് എന്നോട് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന് 24 വയസ്സ് പ്രായമുണ്ട്. ഈ 24 വയസ്സ് വരെ ഈ ഭൂമിക്ക് മുകളിൽ ജീവിച്ചിട്ട് ഇത് തെറ്റാണെന്ന് എന്നോട് ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല. നിങ്ങളാണ് ആദ്യമായിട്ട് എന്നോട് ഇത് തെറ്റാണെന്ന് പറയണത്. ഐ ആം സോറി എന്ന് പറഞ്ഞ് അപ്പോൾ തന്നെ ആ ചെവിയിൽ നിന്ന് ആ വളയെ കഴിച്ചു മാറ്റുകയാണ്. ആ മൂക്കത്ത് നിന്ന് ആ ഫിറ്റിങ്സ് എല്ലാം എടുത്തു മാറ്റുകയാണ്. ശരീരത്തിൽ പച്ചകുത്തിയ കാര്യം തുറന്ന് അതിന് ലജ്ജ തോന്നുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അദ്ദേഹത്തിൻ്റെ ഹൃദയം അനുതാപപൂരിതമാവുകയും അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ അനുതാപ കണ്ണുനീരാൽ കുതിരുകയും ചെയ്യുന്നത് ഞാൻ അവിടെ ഇരുന്ന് കാണുകയാണ്. നോക്കുക, 5 മിനിറ്റ് നേരം ഒരു ലീഡർ തനിക്ക് കിട്ടിയിരിക്കുന്ന ദൈവകൃപ അനുസരിച്ച് ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം ഒരു സഹോദരനോട് പഠിപ്പിച്ചപ്പോൾ ആ സഹോദരനിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ച് അഗ്നി പോലെ തീവ്രവും പാറയെ തകർക്കുന്ന കൂടം പോലെ ശക്തവുമായ ദൈവത്തിൻ്റെ വചനം പ്രഘോഷിച്ചപ്പോൾ ആ ചെറുപ്പക്കാരിൽ കാലങ്ങളായി പിടിമുറുക്കുന്ന സാത്താൻ കോട്ടകൾ തകർന്ന് തരിപ്പണമാവുകയും ആ ചെറുപ്പക്കാരൻ അനുതാപപൂരിതമാവുകയും ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് സുഭാഷിതങ്ങൾ പുസ്തകത്തിൽ 11-ാം അധ്യായത്തിൽ 14-ാം വാക്യത്തിൽ വചനം പഠിപ്പിക്കുകയാണ്, മാർഗദർശനമില്ലാഞ്ഞാൽ ജനത നിലംപൊത്തും, ഉപദേഷ്ടാക്കൾ ധാരാളമുണ്ടെങ്കിൽ സുരക്ഷിതത്വമുണ്ട്. ആ വചനം ഞാൻ ഒന്നും കൂടെ പറയാം, ആവർത്തിച്ച് പറയുക. മാർഗദർശനമില്ലാഞ്ഞാൽ ജനത നിലംപൊത്തും, ഉപദേഷ്ടാക്കൾ ധാരാളമുണ്ടെങ്കിൽ സുരക്ഷിതത്വമുണ്ട്. സുഭാഷിതങ്ങളുടെ പുസ്തകം 11-ാം അധ്യായത്തിലെ 14-ാം തിരുലിഖിതം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ടാണ് തിരുസഭ മാതാവ് തൻ്റെ പ്രിയപ്പെട്ട മക്കളോട് ദൈവിക കാര്യങ്ങൾ പരസ്പരം പഠിപ്പിക്കണമെന്ന് തിരുലിഖിത പ്രകാരം ഉത്ബോധിപ്പിക്കുന്നത്. തിരുസഭയെക്കുറിച്ച് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറഞ്ഞിരിക്കുന്നത് തിരുസഭ മാതാവും ഗുരുനാഥയും എന്നാണ്. തിരുസഭ അമ്മയാണ്, അധ്യാപികയാണ്. തിരുസഭ അധ്യാപിക എന്ന നിലയിൽ തിരുസഭയുടെ ഓരോ തിരുസഭാ ശുശ്രൂഷകർക്കും തിരുസഭാ മക്കൾക്കും പരസ്പരം ഉപദേശിക്കാനും പഠിപ്പിക്കാനും കടമയുണ്ട്. ഈ നിമിഷങ്ങളിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. പരസ്പരം പഠിപ്പിക്കാൻ, ദൈവമക്കളെ വിശ്വാസം ഉറപ്പിച്ചു നിർത്താൻ, ദൈവമക്കളെ ദൈവവചനത്തിൽ ഉറപ്പിച്ചു നിർത്താൻ, വിശുദ്ധിയിൽ ഉറപ്പിച്ചു നിർത്താൻ ദൈവാത്മാവിൻ്റെ ശുശ്രൂഷയുടെ അഭിഷേകം നിറയട്ടെ. അതിനുവേണ്ടി നമുക്ക് ദാഹിച്ച് പ്രാർത്ഥിക്കാം. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങൾ പറയാത്തത് നിമിത്തം, കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങൾ പഠിപ്പിക്കാത്തത് നിമിത്തം എത്രയോ ആളുകൾ മദ്യപാനത്തിൽ, എത്രയോ ആളുകൾ വിശ്വാസരാഹിത്യത്തിൽ, എത്രയോ ആളുകൾ തിന്മയിലും പാപത്തിലും കിടക്കുന്നു. ദൈവമേ, ഞങ്ങൾ പറയാത്തത് നിമിത്തം, ഞങ്ങൾ പഠിപ്പിക്കാത്തത് നിമിത്തം ഈ ലോകത്ത് നശിച്ചു പോയ ഓരോ ആത്മാക്കളെ ഓർത്ത് മാപ്പ് ചോദിക്കുകയാണ്. ഓ ദൈവമേ, തുടർന്നുള്ള കാലങ്ങളിൽ അങ്ങയുടെ വചനവും അങ്ങയുടെ രാജ്യത്തിന്റെ ദൂതുകളും പഠിപ്പിക്കാനും പ്രഘോഷിക്കാനുള്ള അഭിഷേകം കൊണ്ട് ഞങ്ങൾ ഉണർത്തണമേ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന. കൃപയുടെ ആത്മാവ് നിറയട്ടെ. പഠിപ്പിക്കാൻ തക്കതായ ശക്തി നൽകുന്ന അഭിഷേകത്തിന്റെ ആത്മാവ് നിറയട്ടെ. ജ്ഞാനത്തിന്റെ ആത്മാവ് നിറയട്ടെ. ശക്തിയുടെ ആത്മാവ് നിറയട്ടെ. വിവേകത്തിന്റെ ആത്മാവ് നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന. യേശുവേ, ആരാധന, ആരാധന. യേശുവേ, ആരാധന, ആരാധന. യേശുവേ, സ്തോത്രം. യേശുവേ, നന്ദി. യേശുവേ, സ്തോത്രം. യേശുവേ, ആരാധന. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഭാഷിതങ്ങൾ 11:14 മാർഗദർശനമില്ലാഞ്ഞാൽ ജനത നിലംപൊത്തും, ഉപദേഷ്ടാക്കൾ ധാരാളമുണ്ടെങ്കിൽ സുരക്ഷിതത്വമുണ്ട്. പ്രൈസ് ദി ലോർഡ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം
18-ാം അധ്യായം 18-ാം തിരുലിഖിതം. നിങ്ങൾ ഭൂമിയിൽ ബന്ധിക്കുന്നതെല്ലാം സ്വർഗത്തിലും ബന്ധിക്കപ്പെട്ടിരിക്കും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. ഈ നിമിഷങ്ങളിൽ 2 കരങ്ങളും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തി നമ്മുടെ കുടുംബത്തിൽ നിന്നും ജീവിതത്തിൽ നിന്നും ഓരോ തരത്തിലുള്ള ഉപദ്രവങ്ങൾ വിട്ടുപോകാൻ വേണ്ടി ആഗ്രഹിക്കാം. 2 കരങ്ങൾ ഉയർത്തി ഓരോ കുടുംബാംഗങ്ങളും അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് എന്താണോ, ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന തടസ്സങ്ങൾ എന്താണോ, വേദനകൾ എന്താണോ, ആ അന്ധകാരത്തിലേക്കും കണ്ണുനീരിലേക്കും തകർച്ചകളിലേക്കും ദൈവശക്തി വ്യാപരിക്കാൻ ആഗ്രഹിച്ച് യേശുവിന്റെ നാമത്തെ വിളിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, ഉന്നതങ്ങളിൽ നിന്നുള്ള ശക്തി ഇടിമിന്നൽ പോലെ വ്യാപരിക്കട്ടെ. ദൈവമേ, ആകാശം ചായിച്ചിറങ്ങി വരണമേ. യേശയ്യ 64:1 കർത്താവേ, ആകാശം പിളർന്ന് ഇറങ്ങി വരണമേ. ഇപ്പോൾ ഈ കുടുംബങ്ങളിൽ കാലങ്ങളായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ കണ്ണുനീരിലേക്ക് അങ്ങയുടെ കരുണ വ്യാപരിക്കട്ടെ കർത്താവേ. രോഗികൾ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. രോഗക്കിടക്ക് ഇവിടെ ചാടി എഴുന്നേൽക്കട്ടെ. ഓ ദൈവമേ, ബാലികാബാലന്മാരെയും കുഞ്ഞുമക്കളെ അവിടുന്ന് സ്പർശിക്കണമേ കർത്താവേ. തകർന്നുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങളിൽ നിന്ന് സാമ്പത്തിക തകർച്ചകൾ യേശുനാമത്തിൽ വിട്ടുമാറിപ്പോകട്ടെ. പഠിക്കാൻ കഴിയാത്ത കുട്ടികൾക്ക് പഠന മേഖലയുള്ള ഓരോ ബന്ധനങ്ങളും യേശുനാമത്തിൽ മാറിപ്പോകട്ടെ. കുഞ്ഞുങ്ങളുടെ ബുദ്ധി തെളിഞ്ഞു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. എൻ്റെ പേര് സീന. ഞാൻ പാലായിക്ക് അടുത്ത രാമപുരത്തു നിന്ന് വരുന്നു. എനിക്ക് വിട്ടുമാറാത്ത തലവേദനയായിരുന്നു. പല ഹോസ്പിറ്റലുകളിലും ചികിത്സിച്ചു, എന്നിട്ടൊന്നും ഭേദമായില്ല. അവസാനം വൈക്കത്തിനടുത്തുള്ള ചെമ്മനാഗിരിയിലെ ഇൻഡോ അമേരിക്കൻ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു തലയിലൊരു മുഴയാണ്, അത് എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യണം, അല്പം വലുതാണ് എന്നൊക്കെ പറഞ്ഞു. അവിടെയുള്ള ഇൻഡോ അമേരിക്കൻ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ MRI സ്കാനിങ് നടത്തിയിട്ട് പറഞ്ഞു തലയിലൊരു മുഴുത്ത മുഴയുണ്ട്, അത് ഓപ്പറേഷൻ നടത്തി തന്നെ കളയണം എന്ന് നിർദ്ദേശം കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു? അങ്ങനെ എന്നെ 8 ദിവസം അവിടെ കിടത്തി. അപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ ഇവിടേക്ക് വിളിച്ച് പ്രാർത്ഥന സഹായം ആവശ്യപ്പെടുകയും ഒരാദ്യ വെള്ളിയാഴ്ച എന്നെ പ്രാർത്ഥനയ്ക്കായിട്ട് ഇവിടെ എത്തിച്ചേക്കാമെന്ന് അവർ തന്നെ നേരുകയും ചെയ്തു. അങ്ങനെ ഞാൻ 2010 ജനുവരി മാസം 1-ാം തീയതി ആദ്യ വെള്ളിയാഴ്ച ഇവിടെ എത്തുകയും പ്രാർത്ഥനയിൽ സംബന്ധിക്കുകയും ചെയ്തു. തുടർന്ന് ഞാൻ നേർന്നു 3 ആദ്യ വെള്ളിയാഴ്ച ഞാൻ ഇവിടെ വന്ന് അടുപ്പിച്ച് ആദ്യ വെള്ളിയാഴ്ച ധ്യാനം കൂടാമെന്നും സൗഖ്യം കിട്ടുകയാണെങ്കിൽ സാക്ഷ്യപ്പെടുത്താമെന്നും നേർന്നു. അങ്ങനെ 3-ാമത്തെ മാസം ആദ്യ വെള്ളിയാഴ്ച ആയപ്പം ഉച്ചയായപ്പം ഇവിടെ സ്തുതിപ്പിന്റെ സമയത്ത് പറഞ്ഞു തലയിൽ മുഴയുള്ള 2 പേരെ കർത്താവ് സൗഖ്യപ്പെടുത്തുന്നു. തലയിൽ മുഴയുള്ള 2 പേരെ കർത്താവ് സുഖപ്പെടുത്തുന്നുവെന്ന് ഈ സഹോദരി 3-ാമത്തെ ആദ്യ വെള്ളിയാഴ്ച പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്തുതിപ്പിന്റെ സമയത്ത് ഇവിടെ അനൗൺസ് ചെയ്തു. അപ്പോഴോ അതെനിക്കായിരിക്കുമെന്ന് ഞാൻ ഉറച്ച് വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. പിന്നീട് എനിക്ക് 2 മാസത്തേന് ഇങ്ങോട്ട് വരുവാനായിട്ട് സാധിച്ചില്ല. അപ്പം വീണ്ടും തലവേദന കൂടുതലായിട്ട് എനിക്ക് അനുഭവപ്പെടുകയും വീണ്ടും ആശുപത്രിയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു മുഴ വളരുന്നുണ്ടോ എന്ന് സംശയമുണ്ട്, അങ്ങനെയാണെങ്കിൽ MRI സ്കാൻ ഒന്നുകൂടി ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ വീണ്ടും MRI സ്കാൻ എടുത്തുകൊണ്ട് കാണിച്ചു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു മുഴ ചുരുങ്ങിപ്പോയതായിട്ട് കാണുന്നു. വീണ്ടും MRI സ്കാനിങ് ചെയ്ത് നോക്കിയപ്പോൾ ആ മുഴ, നേരത്തെ ഉണ്ടായിരുന്ന മുഴുത്ത മുഴ ചുരുങ്ങിപ്പോയതായി ഡോക്ടർമാർ സർട്ടിഫിക്കറ്റ് കൊടുത്തു. ആ സർട്ടിഫിക്കറ്റ് ആണ് ഇപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് ഈ ദൈവജനത്തിന് മുമ്പിൽ സാക്ഷ്യപ്പെടുത്തുന്നത്. ഇത് രണ്ടും അവിടുന്ന് ഇൻഡോ അമേരിക്കൻ ഹോസ്പിറ്റലിൽ നിന്ന് കൊടുത്തിരിക്കുന്ന ആ സർട്ടിഫിക്കറ്റ് ആണ്. ഹല്ലേലൂയ. നേരത്തെ MRI സ്കാൻ ചെയ്തപ്പോൾ തലയൊരു മുഴ, അത് ഓപ്പറേഷൻ ചെയ്യാൻ നിവൃത്തിയില്ലെന്ന് പറഞ്ഞ് അതിന് നിർദ്ദേശം കൊടുത്ത് വിട്ടു. ഈ സഹോദരി സുഹൃത്തുക്കളുടെ പ്രേരണ പ്രകാരം 3 ആദ്യ വെള്ളിയാഴ്ച വന്ന് പ്രാർത്ഥിച്ചു. 3-ാമത്തെ ആദ്യ വെള്ളിയാഴ്ച സ്തുതിപ്പിന്റെ സമയത്ത് ഇതാ തലയിൽ മുഴയുള്ള 2 പേരെ കർത്താവ് സുഖപ്പെടുത്തുന്നെന്ന് പറഞ്ഞു. ഈ സഹോദരി അത് വിശ്വാസത്തോടെ സ്വീകരിച്ചു. കരങ്ങൾ ഉയർത്തിയടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തട്ടെ. കരബലത്താലുമല്ല എൻ്റെ ആത്മാവിനാലാണ്, എൻ്റെ ആത്മാവിനാലാണ്.